ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പാഥസ്റ്റസ്റ്റ്കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകൾ വെച്ചിട്ട് ഒരു ബോംബെ മിക്സറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറക്കാത്ത അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത അരിപ്പൊടിയും ഉപയോഗിക്കാം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുക്കുന്നതിൻ്റെ നേരെ പകുതി കടലപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം അധികം ആയിപ്പോരുത്, അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഇതുപോലത്തെ സ്നാക്സൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കലാണ് ചെയ്യാറ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ഇതിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് മാവ് വേണ്ടത്. ഇതിനി സേവനാഴിയിലാണ് തയ്യാറാക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ അച്ച്, ഏറ്റവും ചെറിയ അച്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരല്പം ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സറിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മണിക്കൂർ മുമ്പ് കുറച്ച് ചെറുപയർ പൊതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പൊതിർന്ന് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്ത ചെറുപയറാണിത്. ഇതിൽ വെള്ളമൊന്നും ഒട്ടുമില്ല, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സർ റെഡിയാക്കിയെടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് ചൂടായ എണ്ണയിൽ ചുറ്റിച്ചു കൊടുക്കാം. കുറേ ടൈം പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് അടിവശം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ടാവും. ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ്, ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അപ്പോൾ 2 വശവും നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. മുഴുവനും പൊരിച്ചെടുത്തതിന് ശേഷം ആദ്യം എടുത്തു വച്ചിരിക്കുന്ന ചെറുപയർ ഇതിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഞാൻ 1/2 കപ്പ് ചെറുപയറാണ് പൊതിരാൻ വെച്ചിരുന്നത്. ഇപ്പം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ചെറുപയറിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇതിനെ കോരി മാറ്റാം. ഈ മിക്സ്ചർ സാധാരണ തയ്യാറാക്കുമ്പോൾ മസൂർ ദാൽ വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പം നമ്മൾ ചെറുപയർ വെച്ചിട്ട് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് മുഴുവനും കോരി മാറ്റാം. ഇനി ഇത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയറും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ച് പൊടിയുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മിക്സ്ചറാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.